ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ ഇനി പുതിയ വഴിത്തിരിവ്. ഇരു രാജ്യങ്ങളും ഇടക്കാല വ്യാപാര കരാറിൽ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുകയും ചെയ്തു. കരാർ ഇന്ത്യയുടെ വികസിത ഭാരതം ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നിർണായകമാകുമെന്നും യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുമുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി കരാർ ശക്തിപ്പെടുത്തുകയും കർഷകർ, സംരംഭകർ, MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർക്കും വലിയ അവസരങ്ങൾ തുറന്നു നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. കരാറിലൂടെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏകദേശം $30 ട്രില്യൺ വിശാലമായ അമേരിക്കൻ വിപണിയിലേക്ക് പ്രവേശനം ലഭിക്കും എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ടെക്സ്റ്റൈൽസ്, വസ്ത്രങ്ങൾ, ലെതർ, പാദരക്ഷകൾ, പ്ലാസ്റ്റിക്, റബ്ബർ, ഓർഗാനിക് കെമിക്കലുകൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അമേരിക്കയിലെ നികുതി 18% കുറയ്ക്കുകയും ചെയ്യും. ജനറിക് മരുന്നുകൾ, രത്നങ്ങൾ, വജ്രം, വിമാനഭാഗങ്ങൾ എന്നിവയ്ക്ക് നികുതി 0% കുറയ്ക്കുവാനും തീരുമാനവുമായിട്ടുണ്ട്. കാർഷിക മേഖലയിലെയും ഗ്രാമീണ ഉപജീവനത്തെയും സംരക്ഷിക്കുന്നതിനായി ചോളം, ഗോതമ്പ്, അരി, സോയ, കോഴിയിറച്ചി, പാല്, ചീസ്, എത്തനോൾ, പുകയില, ഇറച്ചി തുടങ്ങിയ ഉൽപ്പന്നങ്ങളെ കരാറിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട്. അതേസമയം തന്നെ അമേരിക്കൻ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കും തെരഞ്ഞെടുത്ത കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ നികുതി കുറയ്ക്കുകയും ചെയ്യും. 5 വർഷത്തിനുള്ളിൽ $500 ബില്യൺ മൂല്യമുള്ള അമേരിക്കൻ ഊർജിത ഉൽപ്പന്നങ്ങൾ, വിമാനങ്ങൾ, സാങ്കേതിക ഉൽപ്പന്നങ്ങൾ എന്നിവ വാങ്ങുവാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഡിജിറ്റൽ വ്യാപാരത്തിലെ തടസ്സങ്ങൾ നീക്കുവാനും ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, ഡാറ്റാ സെന്റർ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കുവാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയുമായിട്ടുണ്ട്. ഇടക്കാല കരാർ സമ്പൂർണ്ണ ഉഭയകക്ഷി വ്യാപാര ഉടമ്പടിയിലേക്കുള്ള ആദ്യ നടപടിയാണ് ഇതെന്നും സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനും സപ്ലൈ ചെയിൻ ശക്തിപ്പെടുത്തുന്നതിനും കരാർ സഹായിക്കുമെന്നും കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.